ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴാണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ചീര അരിഞ്ഞതും പിന്നെ ഒരു സവാളയും കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാൻ വായോ. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര സവാള അരിഞ്ഞതാണ് കേട്ടോ. കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് നല്ല കനത്തിൽ അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. കാര്യം ഈ നീളത്തിൽ അരിഞ്ഞത് എൻ്റെ കയ്യിൽ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ഒന്നര സവാള ചേർത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളീന്റെ പകുതിയാണ് കേട്ടോ. അത് പകുതി മാത്രം മതി, ഒരെണ്ണം ഒന്നും വേണ്ട. കുഞ്ഞു തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മൊത്തം എടുത്തോളൂ കേട്ടോ. അപ്പം അത് ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. ഞാനൊരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2.5 ടീസ്പൂണൊക്കെ നമ്മുടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നല്ല കുറച്ച് ചേർത്താൽ മതി. പിന്നെ ടേബിൾ സ്പൂണിലാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇനി ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാതെ അരയ്ക്കണം. ഇതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാനിതിലേക്ക് കുറച്ച് കടലപ്പരിപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ഈ കടലപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ഉഴുന്നും ചേർക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അരപ്പല്ല, ആ സവാളേൻ്റെയൊക്കെ ആ ഒരു മിക്സ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയിലെല്ലാം പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൻ്റെ അടപ്പിലും കുറച്ച് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അതെല്ലാം ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സാക്കി എടുക്കണം. കാര്യം നമ്മൾ ഇതിൻ്റെ ഒന്നും പച്ചമണം മാറ്റാതെ ഡയറക്റ്റ് അങ്ങ് ചേർത്തതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 1-2 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഈ സവാളേൻ്റെയൊക്കെ ആ ഒരു തക്കാളീൻ്റെയൊക്കെ ആ ഒരു വെള്ളം ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളേ ഉണ്ടാവുള്ളൂ കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കാം. ഈ വെള്ളത്തിലും കൂടെ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ, അല്ലെങ്കിൽ ആ ഒരു പച്ച ചുവ ഉണ്ടാവും. അപ്പം നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി ഇനി ഈ വെള്ളവും ഒന്ന് വറ്റി വരട്ടെ. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ദാണ്ടെ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഒന്നും കൂടെ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഉദ്ദേശം ഞാൻ ഉണ്ടാക്കുന്നത് അതല്ല. അതുകൊണ്ട് ഞാൻ കാണിക്കുകയാണ്. ഇങ്ങനെ തന്നെ നമുക്ക് ചോറിൻ്റെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ ചീരയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനിവിടെ പച്ച കളർ ചീരയാണ് എടുത്തേക്കുന്നത്. അത് ഒരു കൈപ്പിടി അരിഞ്ഞതാണ് കേട്ടോ ചേർത്തേക്കുന്നത്. അപ്പൊ അരിഞ്ഞതിന്റെ കണക്കാണ് ഞാൻ കാണിക്കുന്നത്. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഏത് ചീരയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പാലക്കിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അല്ലെങ്കിൽ ചുമന്ന കളർ ചീരയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ചീരയൊക്കെ നന്നായിട്ടൊന്ന് വെന്തും കിട്ടണം. അപ്പം ഇതുപോലെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം ആദ്യം. അപ്പൊ അതാണ്ട് നന്നായിട്ട് ഞാനൊന്നങ്ങ് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചീരയൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പൊ ഞാനിത് അടച്ചു വെച്ചിട്ട് ഒന്ന് പുറത്തോട്ട് പോയായിരുന്നു. അപ്പോഴേക്കും ഇത് ദാണ്ടെ ഇതുപോലെ ഒന്ന് അടിക്ക് ചെറുതായിട്ട് ഇത് പിടിച്ചു വന്നു കേട്ടോ. പക്ഷേങ്കില് അടിക്ക് പിടിച്ചില്ല. ഭാഗ്യത്തിന് അപ്പോഴേക്കും ഞാനിങ്ങ് എത്തി. അപ്പൊ നിങ്ങൾ അടുത്ത് തന്നെ നിന്നൊന്ന് കുക്ക് ചെയ്തേക്കണേ. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് കിട്ടുക. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. ഇത് മാത്രം വെച്ച് ചോറ് കഴിക്കാം. പിന്നെ ഒരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ.
അപ്പോൾ ദാണ്ടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കണ്ടോ. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ എന്തായാലും ചീര കിട്ടുമ്പോഴേ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും കേട്ടോ. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. എന്ത് അഭിപ്രായമാണെങ്കിലും പറയണം. ചിലരൊക്കെ നെഗറ്റീവ് ഒക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ചോറിന്റെ കൂടെ വെച്ച് ഇതങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. നല്ല ചൂട് ചോറിന്റെ കൂടെ ഇതങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ നിങ്ങൾ തൊട്ട് കൂട്ടുന്നതല്ല, ഇതുപോലെ നന്നായിട്ട് ചോറിന്റെ കൂടെ നന്നായിട്ട് കുഴച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇതുപോലെ എടുത്തങ്ങോട്ട് കഴിക്കണം, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും ട്രൈ ആക്കി നോക്കണം, അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.